ഏനാമാക്കൽ റെഗുലേറ്റർ ഫേസ് കനാലിൽ താൽക്കാലിക റിംഗ് ബണ്ട് നിർമ്മാണം ഇനിയും പൂർത്തിയായില്ല. അധികൃതരുടെ അനാസ്ഥയ്ക്കെതിരെ ശക്തമായ പ്രതിഷേധത്തിലാണ് കർഷകർ. ഏനാമാവ് പുഴയിൽ നിന്നും ഫേസ് കനാലിലേക്കും കോൾപ്പാടങ്ങളിലേക്കും ഉപ്പുവെള്ളം കയറാതിരിക്കാനാണ് താൽക്കാലിക വളയം ബണ്ട് നിർമ്മിക്കുന്നത്. ഉപ്പുവെള്ളം കയറി കൃഷിനാശം സംഭവിക്കുമോ എന്ന ഭീതിയിലാണ് കർഷകർ. തെക്കേ കോഞ്ചിറ, വടക്കേ കോഞ്ചിറ, പടിഞ്ഞാറേ കരിമ്പാടം തുടങ്ങിയ പടവുകളിലെല്ലാം നെൽച്ചെടികളിൽ കതിരുവന്ന് വിളയാൻ തുടങ്ങുന്ന സമയമാണ്. പടവുകളിൽ ഉപ്പുവെള്ളം കയറിയാൽ നെൽകൃഷി കരിഞ്ഞുണങ്ങും. വെള്ളം ആവശ്യമായ ഈ സമയത്ത് വെള്ളം നൽകിയില്ലെങ്കിൽ നെൽകൃഷി ഉണങ്ങി നശിക്കുമെന്ന് കർഷകനും പടിഞ്ഞാറേ കരിമ്പാടം പടവ് കമ്മിറ്റി ജോയിന്റ് സെക്രട്ടറിയുമായ ജോർജ് പണ്ടൻ പറഞ്ഞു. നെല്ല് ചുറ്റുപാടും നെല്ല് പണിതിട്ടുള്ളതാണ്. കർഷകർ ഒരുപാട് ആശങ്കയിലാണ്. ഉപ്പുവെള്ളം കയറിയ കഴിഞ്ഞ 2 വർഷം നമുക്കൊന്നും കിട്ടാതെ പോയാൽ തന്നെ നെല്ല് വിളവിനെ ബാധിക്കും. അതുകൊണ്ട് ബന്ധപ്പെട്ട അധികാരികൾ ശ്രദ്ധിച്ച് എത്രയും പെട്ടെന്ന് ഈ പണികൾ മണ്ണിട്ട് തീർക്കണമെന്ന് വിനീതമായി. ശക്തമായ വേലിയേറ്റത്തിൽ ഫേസ് കനാലിലേക്ക് ഉപ്പുവെള്ളം കയറിയതായാണ് കർഷകർ പറയുന്നത്. ഉപ്പുമൂലം കനാലിലെ ചണ്ടി കരിഞ്ഞിരിക്കുന്നത് കർഷകർ ചൂണ്ടിക്കാട്ടുന്നു. ഉപ്പിന്റെ അംശം കൂടുതലായാൽ കഴിഞ്ഞ 2 വർഷം സംഭവിച്ച പോലെ നെൽമണികൾ പതിരായി വിളനാശം സംഭവിക്കും. താൽക്കാലിക ബണ്ടിൽ 2 ചീപ്പുകൾ കൂടി നിർമ്മിക്കുകയും മണ്ണിട്ട് പൂർത്തിയാക്കുകയും വേണം. കരാറുകാരൻ വളയം ബണ്ടിൽ മണ്ണ് നിറയ്ക്കുന്ന ജോലികളാണ് ഇപ്പോൾ നടത്തുന്നത്. ക്രിസ്മസിന് മുൻപായി ബണ്ട് നിർമ്മാണം പൂർത്തിയാക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് അധികൃതർ. എന്നാൽ ലക്ഷങ്ങൾ ചിലവഴിച്ച് ഓരോ വർഷവും നിർമ്മിക്കുന്ന താൽക്കാലിക ബണ്ടിന് പകരം സ്ഥിരം സംവിധാനം വേണമെന്ന കർഷകരുടെ ആവശ്യത്തിനും റെഗുലേറ്റർ നവീകരിക്കണമെന്ന ആവശ്യത്തിനും പരിഹാരം കാണാൻ ഇതുവരെയും അധികൃതർക്കായിട്ടില്ലെന്ന് കർഷകർ പറയുന്നു. TCV ന്യൂസ്, പാവറട്ടി.